22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് എല്ലാ ദിവസവും രാവിലെ എണീക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഉദ്ധാരണം ഉണ്ടാവുന്നു. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലാണ് ആ ഉദ്ധാരണം നഷ്ടപ്പെടുന്നത്. ഇയാളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് എല്ലാ ദിവസവും വരുന്നത് ബുദ്ധിമുട്ടുള്ളതാണെന്നാണ്. അതേസമയം 52 വയസ്സുള്ള മറ്റൊരാൾക്ക് ഇങ്ങനെ രാവിലെ ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവുന്ന ഉദ്ധാരണം, ഇതിനെ മോർണിംഗ് വുഡ് എന്നും പറയും. ഇങ്ങനെ സംഭവിച്ചിട്ട് 3 മാസത്തിലും കൂടുതലായി. ഇദ്ദേഹത്തിന് അറിയേണ്ടത് അതിനെക്കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഇല്ലേ എന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ മോർണിംഗ് വുഡിനെ കുറിച്ചാണ്. ഇതിന്റെ മെഡിക്കൽ ടേം എന്ന് പറയുന്നത് നൊക്ടേണൽ പിനൈൽ ട്യൂമസെൻസ് എന്നാണ്. നൊക്ടേണൽ എന്ന് പറഞ്ഞാൽ രാത്രി സമയത്ത് ഉണ്ടാകുന്നത്, പിനൈൽ എന്ന് പറഞ്ഞാൽ പീനിസിൽ ഉണ്ടാകുന്നത്, ട്യൂമസെൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ഇറക്ഷൻ എന്ന് നമുക്ക് പറയാം. ഞാനിപ്പോൾ പറഞ്ഞ രണ്ട് എക്സാമ്പിൾസിലും ആരുടെ പ്രോബ്ലം ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ആ ചെറുപ്പക്കാരൻ്റെ കാര്യത്തിലേക്ക് വരാം. ചെറുപ്പക്കാർക്ക് മാത്രമല്ല, കുട്ടികൾക്ക് പോലും നോർമലി ഉണ്ടാവുന്ന ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ് മോർണിംഗ് വുഡ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി മികച്ച ആരോഗ്യത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ്. 14-15 വയസ്സുകൾ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് മാത്രമല്ല, 8-9 വയസ്സുള്ള കുട്ടികൾക്ക് പോലും മോർണിംഗ് വുഡ് ഉണ്ടാവാറുണ്ട്. ഇതിനെ നോക്ടേണൽ പിനൈൽ ട്യൂമസെൻസ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് ആക്ച്വലി നടക്കുന്നത് രാത്രി സമയത്തുള്ള ഉറക്കത്തിൻ്റെ ചില സ്റ്റേജസിലാണ്. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൻ്റെ REM സ്റ്റേജ് സ്ലീപ്പിലാണ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇറക്ഷൻസ് ഉണ്ടാകുന്നത്. നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാകുന്ന മോർണിംഗ് ഇറക്ഷൻസിൻ്റെ ഫ്രീക്വൻസി അത് കുറഞ്ഞു വരും. എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ മോർണിംഗ് വുഡ് ഉണ്ടാവുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പല കാരണങ്ങളുണ്ട്. അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ സെക്ഷൽ ആയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റോ എറൗസൽ ഉള്ളത് കാരണമല്ല മോർണിംഗ് വുഡ് ഓട്ടോമാറ്റിക്കായി കിടന്നുറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്നത്. പുരുഷന്മാരുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിൻ്റെ ഒരു സൈനും കൂടിയാണ് മോർണിംഗ് വുഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഉദാഹരണത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പാരാസിമ്പത്തറ്റിക് നെർവ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ചും REM സ്റ്റേജിൽ പാരാസിമ്പത്തറ്റിക് നെർവ്സ് ആണ് കൂടുതലും വർക്ക് ചെയ്യുന്നത്. പാരാസിമ്പത്തറ്റിക് നെർവ്സ് എന്ന് പറയുന്നത് നമുക്ക് റെസ്റ്റും റിലാക്സും ചെയ്യുന്ന സമയത്ത് പ്രവർത്തിക്കുന്ന നെർവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. പാരാസിമ്പത്തറ്റിക്കിന് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റമാണ്. നമുക്ക് പേടി ഉണ്ടാകുന്ന സമയത്ത്, ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും സിറ്റുവേഷനിലുള്ള സമയത്ത്, കൂടുതൽ എനർജി വേണ്ട സമയത്തൊക്കെ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഉറക്കത്തിൻ്റെ ഡീപ്പ് സ്റ്റേജസ്, അതായത് REM സ്റ്റേജിൽ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം കുറച്ച് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. കൂടുതലും പ്രവർത്തിക്കുന്നത് പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റമാണ്. പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയത്ത് രക്തക്കുഴലൊക്കെ കുറച്ചും കൂടി ഡൈലേറ്റഡ് ആവും. കൂടുതൽ ബ്ലഡ് പീനിസിലേക്ക് വരും. പുലർച്ചെ ആവുന്ന സമയത്ത് തന്നെയാണ് പുരുഷന്മാരുടെ ടെസ്റ്റോസ്ട്രോൺ എന്ന് പറഞ്ഞ മെയിൻ സെക്സ് ഹോർമോൺ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ഇത് ഉയർന്നു വരുന്നതും. ടെസ്റ്റോസ്ട്രോണിൻ്റെ ലെവൽ എല്ലാ സമയത്തും ബ്ലഡിൽ ഒരേപോലെ നിൽക്കില്ല. ഇതിനൊരു റിതം പോലെ ഇത് മാറിക്കൊണ്ടിരിക്കും. 24 hours ശേഷം ഇതിൽ പിന്നെയും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ ടെസ്റ്റോസ്ട്രോൺ റിലീസ് ചെയ്യുന്നതും ഈ സമയത്താണ്, ഉറങ്ങി എണീക്കാൻ പോകുന്ന സമയത്തായിരിക്കും. ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് തന്നെ അത് കാരണവും മോർണിംഗ് ഇറക്ഷൻസ് ഉണ്ടാവാം. മോർണിംഗ് ഇറക്ഷൻസ് ഉണ്ടാകുന്നതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് രാവിലെ ആവുന്ന സമയമാകുമ്പോഴത്തേക്കും ബ്ലാഡർ ഫുള്ളായിരിക്കും. ഞാൻ പറഞ്ഞത് യൂറിനറി ബ്ലാഡറിൻ്റെ കാര്യമാണ്. യൂറിനറി ബ്ലാഡർ ഫുൾ ആവുന്നതിനനുസരിച്ച് തന്നെ സ്പൈനൽ കോഡിൽ നിന്നും വരുന്ന പ്രത്യേകിച്ചും സേക്രൽ നെർവ്സിനെ കംപ്രസ് ചെയ്യാനും ആ സേക്രൽ നെർവ്സ് ബ്ലോക്ക് ആവുന്ന സമയത്ത് ഇറക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നുണ്ട്. ഇതുകൊണ്ടാണ് ചിലർക്ക് രാവിലെ എണീറ്റിട്ട് ബാത്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇറക്ഷൻസ് നഷ്ടപ്പെടുന്നത്. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് കിടന്നുറങ്ങുന്ന സമയത്ത് പീനിസിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. ചെരിഞ്ഞ് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ കമന്ന് കിടക്കുന്ന സമയത്ത് പീനിസിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ കാരണവും ഇറക്ഷൻസ് ഉണ്ടാവാം. അതൊരു തരത്തിലുള്ള സ്റ്റിമുലസ് ആയി മാറുന്നുണ്ട്. ഇനി മോർണിംഗ് വുഡിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എല്ലാ ദിവസവും ഉണ്ടാവണോ അതോ വല്ലപ്പോഴും ഒക്കെ ഉണ്ടായാൽ മതിയോ, ഈ ഒരു കാര്യമാണ് അധികം ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ചെറുപ്പക്കാർക്കൊക്കെ അധിക ദിവസങ്ങളിലും മോർണിംഗ് വുഡ് ഉണ്ടാവാറുണ്ട്. പക്ഷേ എല്ലാ ദിവസവും അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ല. ചിലർക്ക് ആഴ്ചയിൽ ഒരിക്കലായിരിക്കും, ചിലർക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലായിരിക്കും. നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് മോർണിംഗ് വുഡിൻ്റെ ഫ്രീക്വൻസി മെല്ലെ മെല്ലെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. കുറേ മാസങ്ങളായി, 2-3 മാസങ്ങളായി തീരെ മോർണിംഗ് വുഡ് ഉണ്ടായിട്ടില്ലെങ്കിൽ, അങ്ങനെ ഉണ്ടായത് ഓർമ്മയിലില്ലെങ്കിൽ, ഇങ്ങനത്തെ സമയത്താണ് നിങ്ങളൊരു ഡോക്ടറെ കാണിക്കേണ്ടത്. നിങ്ങൾ കാണേണ്ടത് യൂറോളജിസ്റ്റിനെയാണ്. യൂറോളജിസ്റ്റിനെ നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോഫോഡിയിൽ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചിട്ടോ കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഡോഫോഡിൻ്റെ നമ്പർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ യൂട്യൂബിൽ കാണുന്ന കമൻസിൽ പറയുന്ന വേറെ ഒരു നമ്പറിലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യരുത്. അത്തരത്തിലുള്ള കുറേ സ്പാം നമ്പേഴ്സും ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ കേസിൽ ഇങ്ങനെ സംഭവിക്കുന്നത് നോർമലാണ്. ചിലർക്ക് മോർണിംഗ് വുഡിൻ്റെ കൂടെ നൊക്ടേണൽ എമിഷൻസും ഉണ്ടാവും, അതായത് ഇജാക്കുലേഷനും ചിലപ്പോൾ സംഭവിക്കാം.
അതും നോർമലി നടക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അത് ഒരു എംബാരസിങ് സിറ്റുവേഷൻ ആക്കേണ്ട കാര്യമില്ല. സ്ത്രീകൾക്കും ക്ലിറ്റോറൽ ഇറക്ഷൻസ് മോർണിംഗിൽ നടക്കാറുണ്ട്. 17th സെഞ്ച്വറിയിൽ ഇങ്ങനെ മോർണിംഗ് ഇറക്ഷൻസ് നടക്കുന്നത് ഒരു പുരുഷൻ ഇൻഫെർട്ടൈൽ അല്ല, ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതിൻ്റെ തെളിവും കൂടിയായിരുന്നു. ഇനി നമുക്ക് 52 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇവർക്ക് ഇങ്ങനെ മോർണിംഗ് ഇറക്ഷൻസ് ഉണ്ടാകുന്നതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. 3 മാസമായി തുടർച്ചയായി മോർണിംഗ് മൂഡ് ഇല്ലാത്ത സമയത്താണ് ഇവരെന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരാസിമ്പത്തറ്റിക് നെർവ്സിൻ്റെ പ്രശ്നം കാരണം, അല്ലെങ്കിൽ പീനിസിലേക്കുള്ള രക്തോട്ടം അത് പ്രോപ്പറായി നടക്കുന്നില്ലെങ്കിൽ, ഇറക്ഷൻസ് എന്ന് പറയുന്നത് പീനിസിലേക്ക് കൂടുതൽ രക്തോട്ടം വന്നിട്ടാണ് ഉണ്ടാകുന്നത്. അതും അല്ലെങ്കിൽ ടെസ്റ്റോസ്ട്രോണിൻ്റെ പ്രൊഡക്ഷൻ്റെ കാരണമാവാം. ടെസ്റ്റോസ്ട്രോൺ പീക്ക് ലെവലിൽ എത്തുന്നില്ലെങ്കിൽ അത് കാരണം മോർണിംഗ് മൂഡ് ഉണ്ടാകുന്നതിൻ്റെ ഫ്രീക്വൻസി കുറയാം. പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവാം. ബ്ലാഡറിലേക്ക് വരുന്ന സേക്രൽ നെർവ്സിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും പ്രായം കൂടി വരുന്നതിനനുസരിച്ച് മോർണിംഗ് മൂഡ് ഉണ്ടാകുന്നതിൻ്റെ ഫ്രീക്വൻസി അത് കുറഞ്ഞു വരാം. ചിലർക്ക് മാസത്തിലൊരിക്കലായിരിക്കും, അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യമായിരിക്കും. പക്ഷെ 3 മാസമൊന്നും ആയിട്ടും തീരെ ഇല്ലെങ്കിൽ, തീരെ ഓർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന മോർണിംഗ് മൂഡ് പെട്ടെന്ന് സ്റ്റോപ്പായി പോവുകയാണ്, എന്നിട്ട് 3 മാസമായി, ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെയാണ് നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ എന്തെങ്കിലും ആണോ എന്നുള്ളത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. ചില തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടി വരും. ചിലർക്ക് സൈക്കോജനിക് ആയിട്ടുള്ള ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും. അതായത് ആങ്സൈറ്റി, സ്ട്രെസ്സ് കാരണം, ഭയം കാരണം, കോൺഫിഡൻസ് കുറവായത് കാരണമൊക്കെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം. ഇവർക്കൊക്കെ പക്ഷേ രാവിലെ സമയത്ത് മോർണിംഗ് മൂഡ് കൃത്യമായി ഉണ്ടാവുന്നുണ്ടാവും. അത് അവർക്ക് ഓർമ്മയിലും ഉണ്ടാവും. അപ്പോൾ സൈക്കോജനിക് ആയിട്ടുള്ള ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ തന്നെയാണോ എന്ന് കണ്ടുപിടിക്കാനും ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് നമുക്ക് മോർണിംഗ് മൂഡിൻ്റെ ഫ്രീക്വൻസി ചോദിക്കാം. 50 വയസ്സിലും കൂടുതൽ പ്രായമുള്ളവർക്ക് മോർണിംഗ് മൂഡിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പ്രമേഹമായിരിക്കും. ഇവർക്ക് കുറേ വർഷങ്ങളായിട്ടുണ്ടാവും പ്രമേഹം തുടങ്ങിയിട്ട്, പക്ഷേ ട്രീറ്റ്മെൻറ്റ് കൃത്യമായി ചെയ്യുന്നുണ്ടാവില്ല. രണ്ടാമത്തത് കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. മൂന്നാമത്തത് ടെസ്റ്റോസ്ട്രോണിൻ്റെ ലെവൽ കുറയുന്നതായിരിക്കാം. നാലാമത്തത് പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. അഞ്ചാമത്തത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ടും ഇവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൃത്യമായി ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 2-3 തവണയൊക്കെ മോർണിംഗ് മൂഡ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതും ഒരു നല്ല സൈൻ തന്നെയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസും നിങ്ങളുടെ ഹോർമോൺസും ഇതെല്ലാം പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ്. മോർണിംഗ് മൂഡിനെ കുറിച്ചും ഇറക്ഷൻ പ്രോബ്ലംസിനെ കുറിച്ചും നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്താണ് അറിയേണ്ടത്? വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. സെക്ഷൽ ഹെൽത്തിനെ കുറിച്ച് ഞാൻ മുമ്പേ പബ്ലിഷ് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.